ഇപ്പോ എങ്ങനെ ഇരിക്കണ? ഒടുവിൽ ചൂണ്ടുവിരൽ പിണറായിക്കെതിരെയും. തല പോയാലും വർഗീയതയോട് സമരസപ്പെടാത്ത പിണറായി വിജയനും അദ്ദേഹത്തിന്റെ മകളും മരുമകനും ഒക്കെ RSSലേക്ക് എന്ന ഹെഡിങ്ങോടുകൂടി യൂട്യൂബ് ചാനലിൽ ഒരു വാർത്ത കണ്ടു. ആര്? പിണറായിയോ? എന്തൊക്കെയാണ് ഇവർ എഴുതിവിടുന്നത് എന്ന ഒരു പുച്ഛഭാവമായിരുന്നു സത്യത്തിൽ ആ ഒരു തംബ്നെയിൽ കണ്ടപ്പോൾ തോന്നിയത്. പക്ഷേ പിണറായി വിജയനെയും അവർ വരുതിയിലാക്കിയിരിക്കുന്നു എന്ന് വേണം ഡൽഹിയിൽ പോയി ദ ഹിന്ദു എന്ന ദിനപത്രത്തിന് അദ്ദേഹം കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ തോന്നിയത്. കേരളത്തിൽ വേര് ഉറപ്പിക്കാൻ CPM-നെ ഇല്ലാതാക്കാൻ കിണഞ്ഞ് ശ്രമിക്കുന്ന BJP അതിനെ തെരഞ്ഞെടുത്തത് അതിന്റെ ക്യാപ്റ്റനായ പിണറായിയെ തന്നെയാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ഉള്ളിൽ ഒരു നീറ്റൽ തന്നെയാണ്. കാരണം ഈ മനുഷ്യനെ അത്രയധികം നെഞ്ചിലേറ്റിയ ഒരു സമയമുണ്ടായിരുന്നു. വെള്ളപ്പൊക്കവും കൊറോണയും ഒക്കെ വന്ന സമയത്ത് കേരളത്തെ മുന്നിൽ നിന്ന് നയിച്ച നേതാവ് PV അൻവർ പറഞ്ഞ പോലെ 5 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം കേരളത്തിൽ കത്തിജ്വലിക്കുന്ന സൂര്യനായിരുന്നു. പക്ഷേ അതേ മനുഷ്യൻ തന്നെയാണ് ഇന്ന് അമിത്ഷാ മോഡി ടീമിന്റെ കളിപ്പാവയായി മാറുന്നത് എന്ന് കാണുമ്പോൾ സത്യത്തിൽ വലിയ വിഷമം തന്നെയുണ്ട്. വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് അദ്ദേഹം മുസ്ലിങ്ങൾക്ക് എതിരെ ഹിന്ദു ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ ഉന്നയിച്ചത്. മുസ്ലിം തീവ്രവാദികൾക്കെതിരെ നടപടിയെടുക്കുന്നത് കൊണ്ടാണ് സർക്കാരിനെതിരെ ഇങ്ങനെ ആരോപണങ്ങൾ വരുന്നത്. 5 വർഷത്തിനിടെ 150 കിലോ സ്വർണവും 123 കോടി ഹവാല പണവും മലപ്പുറത്ത് നിന്ന് പിടികൂടിയത്രേ. ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കുള്ള പണമായിരുന്നു അത്. സർക്കാരിന്റെ ഈ നടപടികളോടുള്ള തീവ്രവാദ ശക്തികളുടെ പ്രതികരണമാണ് ഇപ്പോൾ ഉയരുന്ന ആരോപണങ്ങൾക്ക് പിന്നിൽ. അപ്പോ സുഗുണ, കുറച്ച് കാര്യങ്ങൾ കൂടി മനസ്സിലാക്കിക്കോളി. മലപ്പുറം ജില്ലയെ അപമാനിച്ച് ദേശീയമായി ഒറ്റപ്പെടുത്തുക എന്നത് സംഘപരിവാർ അജണ്ട മാത്രമല്ല, പിണറായി വിജയന്റെ പദ്ധതി കൂടിയാണ്. അക്കാര്യം ഡൽഹിയിൽ പോയി ഇംഗ്ലീഷ് പത്രത്തോട് പറഞ്ഞത് മലപ്പുറത്തിന്റെ തീവ്രവാദ ചരിത്രം ഇന്ത്യ മുഴുവൻ പ്രചരിപ്പിക്കാനാണ്. അൻവർ അത്തരമൊരു തീവ്രവാദ ശക്തികളുടെ ഉപകരണമാണ് എന്നുകൂടി പിണറായി പറയുന്നുണ്ട്. പണ്ടൊരിക്കൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പിണറായി വിജയനോട് പറഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ച് വന്ന വാർത്ത വായിച്ചത് ഇപ്പോൾ ഓർത്തുപോകുന്നു. ഇസ്ലാമോ ഫോബിയയെ CPM രാഷ്ട്രീയ ആയുധമാക്കരുത് എന്നതായിരുന്നു പിണറായിയോടുള്ള കാന്തപുരത്തിന്റെ അഭ്യർത്ഥന. കാന്തപുരം അങ്ങനെ നോക്കുമ്പോൾ എത്ര വലിയ മനുഷ്യനാണ്. പിണറായി എന്ന കൊടും വിഷത്തെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹം തിരിച്ചറിഞ്ഞിരുന്നു. രാവിലെയും വൈകിട്ടും രാത്രിയും ഇസ്ലാമോഫോബിയ കച്ചവടം ചെയ്യുന്ന രാഷ്ട്രീയ മുതലാളി സംഘപരിവാർ സഹയാത്രികനുമാണ് വിജയനെന്ന് ഇനി സംശയമേ ആവശ്യമില്ലാത്ത കാര്യമാണ്. ഇനിയും CPM-ന് വേണ്ടി ക്യാപ്സ്യൂൾ ഉണ്ടാക്കി പിണറായിയുടെ അണ്ടി താങ്ങി നടക്കുന്ന മുസ്ലിംസും അല്ലാത്തവരുമായ സഖാക്കൾ, നിങ്ങൾ വർഗീയതയ്ക്ക് എതിരെയാണെങ്കിൽ, മതേതരത്വത്തിന് ഒപ്പമാണെങ്കിൽ ശബ്ദം ഉയർത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. CPM എന്ന പാർട്ടി ആരുടെയും കുത്തകയല്ല. CPM എന്നാൽ പിണറായി അല്ല. നൂറ്റാണ്ടിന്റെ ചരിത്രമുള്ള, എന്നും നീതിക്കും നേരിനും പാവപ്പെട്ടവർക്കും വർഗീയതയ്ക്കെതിരെയും മതേതരത്വത്തിനും ഒപ്പം നിന്ന് ഒരു പാർട്ടിയാണ് അത്. RSSന് ഒറ്റുകൊടുത്ത് അതിന്റെ നേതാവ് തന്നെ അത് നശിപ്പിക്കാൻ നിങ്ങൾ അനുവദിക്കരുത്. കണ്ണു തുറക്കൂ, പ്രതികരിക്കൂ. CPM എന്ന പാർട്ടിയെ ഈ കേരളത്തിന് ആവശ്യമാണ്. പക്ഷേ പിണറായിയെ ഈ കേരളത്തിന് ആവശ്യമില്ല. വർഗീയതയുടെ വിത്ത് ഈ മണ്ണിൽ പാകാൻ ഒരു വർഗീയ ശക്തികളെയും നല്ലവരായ സഖാക്കളെ നിങ്ങൾ അനുവദിക്കരുത്. ലാൽ സലാം.